നമസ്കാരം. ലോക പ്രശസ്തനായ കവിയും ചിത്രകാരനുമായിരുന്നു ഖലീൽ ജിബ്രാൻ. 1883 ജനുവരി 6 ലബനനിലാണ് അദ്ദേഹം ജനിച്ചത്. ജീവിതത്തിന്റെ സിംഹഭാഗവും അമേരിക്കൻ ഐക്യനാടുകളിലാണ് അദ്ദേഹം ചെലവഴിച്ചത്. 1923 എഴുതിയ പ്രവാചകൻ എന്ന കാവ്യോപന്യാസ സമാഹാരമാണ് ജിബ്രാനെ പാശ്ചാത്യ ലോകത്ത് പ്രശസ്തനാക്കിയത്. അദ്ദേഹത്തിന്റെ പ്രണയത്തെപ്പറ്റിയുള്ള വാക്കുകളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അൽമിത്ര പറഞ്ഞു, ഞങ്ങളോട് പ്രണയത്തെക്കുറിച്ച് പറയുക. പ്രണയം നിങ്ങളോട് കൽപ്പിക്കുമ്പോൾ അതിനെ അനുഗമിക്കുക. കുത്തനെയുള്ള ദുർഘടമായ വീഥികളാണ് അതിൻ്റെതെങ്കിലും അതിൻ്റെ ചിറകുകൾ നിങ്ങളെ പൊതിയുമ്പോൾ കീഴ്പ്പെട്ടുകൊള്ളുക. ചിറകുകൾക്കിടയിൽ ഒളിപ്പിച്ച വാൾ നിങ്ങളെ ക്ഷതപ്പെടുത്തിയാൽ പോലും അവൻ നിങ്ങളോട് മന്ത്രിക്കുന്നതെല്ലാം വിശ്വസിക്കുക. വടക്കൻ കാറ്റ് പൂപ്പാടങ്ങളെ തരിശാക്കുന്നത് പോലെ അവൻ്റെ ശബ്ദം നിങ്ങളുടെ കിനാക്കളെ ചിതറിച്ചാൽ പോലും നിങ്ങളെ കിരീടമണിയിക്കുന്നത് പോലെ കുരിശിലേറ്റാനും അതിനാവും. നിങ്ങളുടെ പരിണാമത്തിന് മാത്രമല്ല, നിങ്ങളെ വെട്ടിയൊരുക്കാനും അവനെ ആവശ്യമുണ്ട്. നിങ്ങളോളം ഉയർന്ന് സൂര്യവെളിച്ചത്തിൽ ഉലയുന്ന ചില്ലകളെ തഴുകുമ്പോഴും വേരുകളിലേക്കൂർന്ന മണ്ണോട് നിങ്ങളെ ചേർത്ത് നിർത്തുന്നതും അവനാണ്. കറ്റ അടുക്കുന്നത് പോലെ നിങ്ങളെ അവൻ അവനോട് ചേർത്ത് വയ്ക്കും. നഗ്നരാക്കാൻ വേണ്ടി മെതിക്കും. പുറന്തോടിൽ നിന്ന് സ്വതന്ത്രരാകുവോളം പാറ്റും. തൂവെള്ളയാകുവോളം പൊടിക്കും. നന്നായി കുഴയ്ക്കും. പിന്നെ പവിത്ര കനലിൽ ചുട്ട് ഈശ്വരന്റെ വിരുന്നുമേശയിലെ നൈവേദ്യമാക്കും. എന്തിനു വേണ്ടിയാണ് പ്രണയം നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നോ? ഹൃദയത്തിന്റെ നിഗൂഢതകളെ സ്വയം അറിയാനും ആ അറിവിൽ പ്രപഞ്ച ഹൃദയത്തോട് അഗാധമായി ചേർന്ന് നിൽക്കാനും. പ്രണയത്തിന്റെ സ്വാസ്ഥ്യവും പ്രിയവും മാത്രമാണ് ഭയചകിതമായ നിങ്ങളുടെ പ്രാണൻ അന്വേഷിക്കുന്നതെങ്കിൽ അഴിച്ചിട്ട വസ്ത്രങ്ങളൊക്കെ വാരിച്ചുറ്റിപ്പോ. പ്രണയത്തിന്റെ പടിയിറങ്ങി ഋതുക്കളില്ലാത്ത, നന്നായി ഒന്ന് കരയാനോ ചിരിക്കാനോ പോലും ആവാത്ത ഒരു ദേശത്തിലേക്ക്. പ്രണയം പ്രണയമല്ലാതെ മറ്റൊന്നും സ്വീകരിക്കുകയോ നൽകുകയോ ചെയ്യുന്നില്ല. പ്രണയം പ്രണയത്തിന് മാത്രം മതിയായത്. പ്രണയത്തിൽ ഇങ്ങനെ പറയരുത്, ദൈവം എൻ്റെ ഹൃദയത്തിലാണെന്ന്. മറിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് ഞാനെന്ന് മന്ത്രിക്കുക. പ്രണയത്തിൻ്റെ ദിശകളെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെന്ന് കരുതേണ്ട. നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് കണ്ടെത്തിയാൽ പ്രണയം നിങ്ങളുടെ വഴികളെയാണ് നിശ്ചയിക്കാൻ പോകുന്നത്. സ്വയം പ്രകാശിപ്പിക്കുക എന്നതല്ലാതെ പ്രണയത്തിന് മറ്റൊരു തൃഷ്ണയില്ല. അഥവാ ചില ആഗ്രഹങ്ങളെ എന്നിട്ടും നിലനിർത്തണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിങ്ങനെയാവട്ടെ. ഒരരുവി പോലെ ഒഴുകി രാവിനോട് കിന്നാരം ചൊല്ലി ഒഴുകുക. മൃദുലമായിരിക്കുന്നതിൻ്റെ നൊമ്പരമറിയുക. പ്രണയത്തിൻ്റെ ആത്മപാഠങ്ങളിൽ പരിക്കേൽക്കുക. അവബോധത്തോടും ആനന്ദത്തോടും ചോര പൊടിയുക. വിരിഞ്ഞ മനസ്സോടെ പുലരിയിൽ ഉണരുക. പ്രണയസുഗന്ധമുള്ള മറ്റൊരു ദിനത്തിന് കൃതജ്ഞത പറയുക. മധ്യാഹ്നത്തിൽ വെറുതെ ഇരുന്ന് പ്രണയസമാധിയെ ധ്യാനിക്കാനും അന്തിയിൽ നമ്രതയോടെ വീടണയാനും പ്രിയമുള്ളൊരാൾക്ക് ചങ്കിൽ പ്രാർത്ഥനയും ചുണ്ടിൽ സ്തുതിഗീതവുമായി മിഴിപൂട്ടാനും.